കോഴിക്കോട് മുക്കം മാമ്പറ്റയിലെ അപകടത്തിലേക്കാണ്. വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11-നാണ് മുക്കം മാമ്പറ്റയിൽ ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ വന്നിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുക്കം മണാശ്ശേരി സ്വദേശി രാജീവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണുള്ളത്. അപകടശേഷം രാജസ്ഥാൻ രജിസ്ട്രേഷൻ ലോറി നിർത്താതെ ഓടിച്ചു പോവുകയാണുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിലേക്ക്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങളുമായുള്ളത്. ഇന്ത്യാസ്, ലോറി പെട്ടെന്ന് ആ റോഡിൽ, തിരക്കുള്ള റോഡിൽ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. തൊട്ടു പിന്നാലെ ആ സ്കൂട്ടർ വന്ന് ഇടിക്കുകയാണ്. പക്ഷേ സ്കൂട്ടറിന്റെ വേഗത പോലും കുറയുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് അപകടം? ഈ യുവാവിന്റെ, വെന്റിലേറ്റർ കഴിഞ്ഞ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലുള്ള വിവരങ്ങൾ എന്താണ്? രതീഷ്, ഹിമ, കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്കാണ് കോഴിക്കോട് മുക്കത്ത് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുന്നത്. മാമ്പറ്റ വഴി കോഴിക്കോടേക്ക് പോകുന്ന ലോറിയും അതുപോലെ തന്നെ സ്കൂട്ടറുമാണത്. അദ്ദേഹത്തിന്റെ ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് മണാശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജീവ് എന്ന വ്യക്തിക്കാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ്. ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. എന്നാൽ ഈ CCTV ദൃശ്യം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ലോറി അവിടെ വന്ന് നിർത്തിയതിനു ശേഷം പിന്നാലെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുചക്ര വാഹനത്തിൽ ഇയാൾ വരുമ്പോൾ ഒട്ടും സ്പീഡ് കുറക്കുന്നില്ല, വേഗതയിൽ തന്നെയാണ് വരുന്നത്. ഒരു പക്ഷെ അശ്രദ്ധ കൊണ്ട് ആവാം, ലോറി ഒരു പക്ഷെ നിർത്തിയത് രാത്രി ആയതുകൊണ്ട് കാണാത്തതോ അശ്രദ്ധയോ സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ വേഗത്തിലെത്തി സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. നല്ല രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അതിലെ വാഹനത്തിൽ പോയ മറ്റുള്ളവരാണ് അവിടെ വാഹനം നിർത്തി അദ്ദേഹത്തെ എടുത്ത് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്. CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ അപകടത്തിന് തൊട്ട് പിന്നാലെ വന്ന വാഹനങ്ങളൊക്കെ ഈ റോഡിൽ കിടക്കുന്നത് കണ്ട് വഴിമാറിപ്പോകുന്നതും ആ ദൃശ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു സ്കൂട്ടർ, അതിൽ പോയി ഇരുചക്ര വാഹനം ആദ്യം ആ രീതിയിൽ വഴിമാറി പോകുന്നു. പിന്നീട് വന്ന വാഹനങ്ങളെല്ലാം അവിടെ നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങി ആ രോഗിയെ വീണയാളെ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അധിക സമയമൊന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും ഇതിൽ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും പോലീസ് ഇതിലിപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കാരണം ലോറി അവിടെ അപകടമുണ്ടായി എന്ന് അറിഞ്ഞിട്ടും ആ ലോറി അവിടെ നിന്ന് എടുത്തു പോയത്, അതിൽ എന്തായാലും പോലീസ് മണാശ്ശേരിയിൽ ഇപ്പോൾ മുക്കം പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രതീഷ്.